വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ സുപരിചിതനാണ് ബാല. അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി 10 വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു. മാത്രമല്ല, കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ബാലയും എലിസബത്തും ഒരുമിച്ചുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണാറില്ല. വിവാഹ വാർഷികത്തിന് പോലും ബാല ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നില്ല. എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വളരെ സജീവമാണ്. അടുത്തിടെ യൂട്യൂബിൽ താൻ നടത്തിയ വിദേശ യാത്രയുടെ വീഡിയോ എലിസബത്ത് പങ്കുവച്ചിരുന്നു. കുറച്ചു നാളുകളായി ബാലയും എലിസബത്തും വേർപിരിയുന്നുവെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ബാലയുമായി ഒരുമിച്ചല്ല എലിസബത്ത് ഇപ്പോൾ. എന്നാൽ ഇതുവരെയും തന്റെയും ബാലയുടെയും ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. ബാലയോട് പലപ്പോഴായി ആരാധകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും നടനും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. എലിസബത്ത് തങ്കം പോലൊരു പെൺകുട്ടിയാണെന്നും പ്യുവർ ക്യാരക്ടറുള്ള ആളാണെന്നും ഒരു കാലത്തും താൻ അവളെ കുറ്റപ്പെടുത്തുകയില്ലെന്നുമാണ് ബാല പറഞ്ഞത്. ഇപ്പോഴത്തെ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വരുന്ന കമന്റുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകുകയാണ് പുതിയ വീഡിയോയിലൂടെ എലിസബത്ത്. നെഗറ്റീവ് കമന്റ്സിനോട് ഞാൻ പ്രതികരിക്കാറില്ല, പിന്നെ കുറെ അധികം അല്ലാത്ത കമന്റ്സും വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്, പിന്നെ കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻബോക്സിൽ വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഡെയിലി ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 3 വർഷം മുൻപേ വരെ FBയിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. കൂടുതൽ അറ്റാച്ച്മെന്റ് ആകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പേടിയാണ്. ഇനി കൂടുതൽ അടുക്കുമോ എന്ന് കരുതി കുറച്ച് ഡിസ്റ്റൻസ് നോക്കിയാണ് നിൽക്കുന്നത്. ദേഷ്യമോ വിഷമമോ ഒന്നും ആരോടുമില്ല. ഇങ്ങനെയുള്ള പേടി കാരണമാണ് എല്ലാവർക്കും മറുപടി തരാൻ നിൽക്കാത്തത്. എല്ലാവരോടും സ്നേഹം മാത്രമാണ്. മെസ്സേജ് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്നാണ് എലിസബത്ത് പറഞ്ഞത്. അടുത്തിടെ ഒരു കുടുംബം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് താനെന്ന് എലിസബത്ത് പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിരുന്നു. മുൻപൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഫാമിലി വേണം, കുഞ്ഞുങ്ങൾ വേണം, അവരുടെ പഠിപ്പ്, അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒരു സമയത്ത് ഒരാഗ്രഹം ഇല്ലാതെയായി. ആളുകളോട് കൂടുതൽ അടുക്കാനും പേടിയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്നും എലിസബത്ത് പറഞ്ഞത്. അതേസമയം ബാല വീണ്ടും വിവാഹിതനാകാൻ പോകുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് എലിസബത്തിന്റെ പ്രതികരണം. ബാല അടുത്തിടെ അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണായ കോകിലയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് പറഞ്ഞതും വൈറലായിരുന്നു. എന്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല, എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക. 16 വർഷത്തിന് ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭൂതകാലത്തെ മറക്കുന്നു എന്നല്ല എന്നായിരുന്നു കോകിലയ്ക്കൊപ്പമുള്ള ബാലയുടെ കുറിപ്പ്.